now, I would like to introduce a filmmaker whose poetic visual language and unflinching social commentary have earned him critical acclaim across the globe. Before we hear from him, let's look at his extraordinary journey. I'm talking about TV Chandran sir. So I request the team to kindly play the AV of TV Chandran sir. So here we go. Let's wait to watch. TV Chandran. ഇന്ത്യൻ സിനിമാ രംഗത്തെ എക്കാലത്തെയും പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രൻ. സാമ്പ്രദായിക ശീലങ്ങളെ നിഷേധിച്ച് പുതിയ കാഴ്ചകൾ പ്രേക്ഷകന് സമ്മാനിച്ച ചലച്ചിത്രകാരൻ 2025 നിൽക്കുമ്പോൾ ചലച്ചിത്ര രംഗത്ത് നൂറ്റാണ്ട് പൂർത്തിയാക്കുന്നു. ചരിത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും രാഷ്ട്രീയത്തിൻ്റെയും സ്ത്രീവാദത്തിൻ്റെയും നേർക്കാഴ്ചകളുമാണ് TV ചന്ദ്രൻ സിനിമകളെ വേറിട്ട് നിർത്തുന്നത്. 1975 P.A. ബക്കർ സംവിധാനം ചെയ്ത കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിലെ അഭിനേതാവായാണ് TV ചന്ദ്രൻ തൻ്റെ ചലച്ചിത്ര രംഗത്തേക്കുള്ള അരങ്ങേറ്റം കുറിക്കുന്നത്. P.A. ബക്കറിൻ്റെയും ജോൺ അബ്രഹാമിൻ്റെയും സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. ഇതിനോടകം തമിഴിലും മലയാളത്തിലുമായി 17ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. 1985 ഇറങ്ങിയ തമിഴ് ഫീച്ചർ ഫിലിം ഹേമാവിൻ കാതലർകൾ, 1989 ആലീസിന്റെ അന്വേഷണം, 1993 അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രം പൊന്തൻമാട, 1997 ഡാനി, 2003 പാഠമൊന്ന് ഒരു വിലാപം, 2004 കഥാവശേഷൻ, 2008 വിലാപങ്ങൾക്കപ്പുറം, 2018 ഭൂമിയുടെ അവകാശികൾ. TV ചന്ദ്രന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ചിത്രങ്ങളാണ് ഇവ. സൂസന്ന, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, മങ്കമ്മ, പെങ്ങളില, മോഹവലയം, ഭൂമി മലയാളം, ആടും കൂത്ത് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ചിത്രങ്ങൾ. TV ചന്ദ്രൻ സിനിമകൾക്ക് നിരവധി അന്തർദേശീയ അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. 7 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 11 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഉൾപ്പെടെ നിരവധി ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2022 മലയാള സിനിമാ രംഗത്തെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. TV ചന്ദ്രൻ സിനിമകളിലൂടെ മറ്റ് പല മേഖലകളിലേക്കുള്ള നിരവധി ദേശീയ അവാർഡുകൾ മലയാള സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൽ ശക്തമായ രാഷ്ട്രീയവും ചരിത്രപരവുമായ സിനിമകളിലൂടെ പ്രേക്ഷക സമൂഹത്തെ കൂടുതൽ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രനെ LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയിൽ വിനയ പുരസ്സരം ആദരിക്കുന്നു. സ്വാഗതം ശ്രീ TV ചന്ദ്രൻ. Inviting TV Chandran sir to please come and join on stage. We are waiting to hear your valuable words. ഇവിടെ വരാതെ തന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ നമ്മളൊക്കെ പറയാനുള്ള കാര്യം പറഞ്ഞു. LK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വലിയൊരു തുടക്കമാണിത്. രാജേഷ് ഒരു 10 ദിവസം മുൻപേ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഈ കാര്യം പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ജോസഫിൻ്റെയൊക്കെ ഇതിന് പുറകിൽ ഉള്ള റെക്കമെൻഡേഷൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ I was happy to receive his invitation. ഇവിടെ വന്നു. ഞാനിപ്പോൾ ഈ സിനിമകളുടെ നമ്പറൊക്കെ കേട്ടോ വാസൽ റിയലി ത്രിൽ. 400ഓളം സിനിമകൾ, അതിൽ നിന്ന് നിങ്ങൾ 10ഓളം സിനിമകൾ ഫൈനലായിട്ട് സെലക്ട് ചെയ്തു. കമലിൻ്റെയൊക്കെ ഒരു വലിയ മെനക്കെട്ട പണിയാണ്. ആ സിനിമ ചെയ്ത ആളുകളൊക്കെ ഇവിടെ തന്നെ കാണും എന്ന് ഞാൻ കരുതുന്നു. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, സിനിമ ഇപ്പോൾ രാജേഷ് സംസാരിച്ചതിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് സിനിമയെ ഒരു ഗൗരവമുള്ള കലാരൂപമായിട്ട് കാണാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒരു രീതിയിലായിരിക്കണമല്ലോ സിനിമയെ കാണുക. അപ്പോൾ സിനിമയെ കാണുന്നതിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഒരു കുറേ കാലം ഈ രംഗത്തുണ്ടായി എന്നല്ലാതെ ഞാനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എവറി ടൈം ഐ മേക്ക് എ ഫിലിം, ഞാനൊരു പുതിയ ഫിലിം മേക്കറാണ്, നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്കാകെ പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന വർക്കുകളോട് നമ്മൾ ആൻസറബിളായിരിക്കണം.
നമ്മൾ ആ വർക്ക് ചെയ്തത് അബദ്ധമായിപ്പോയി എന്ന് പറയുന്നത്. എങ്ങനെയോ അത് സംഭവിച്ചു എന്നൊന്നും പറയരുത്. കാരണം സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യ കുരുതി ഒരു ആഡ് ഫിലിമിൻ്റെ രീതിയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്നും ഞങ്ങൾ അറിയാതെ സംഭവിച്ചു പോയതാണ്, അതൊക്കെ കട്ട് ചെയ്ത് കളയൂ എന്ന് പറയുന്ന ഒരവസ്ഥ സംഭവിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ചെറിയ സിനിമയാണെങ്കിലും ആ സിനിമയ്ക്ക് നിങ്ങൾ ആൻസറബിൾ ആയിരിക്കണം. യു ഷുഡ് സേ ദാറ്റ് ഇസ് മൈ ഫിലിം, ഐ വിൽ നോട്ട് മൂവ് എൻ ഇഞ്ച് ഫ്രം ദാറ്റ്. ആ ധൈര്യം നിങ്ങൾക്ക് വേണം. ഇത്രയേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. Let this festival be a big success. Thank you.